ഇതൊരു നല്ല ഐഡിയ ആണല്ലോ സുദർശനേട്ടാ. തട്ടുകട നിക്കും ഇവിടെ കിടാങ്ങൾക്കുവേ ഇനി നല്ല ഹോംലി ഫുഡ് കഴിക്കാല്ല. അല്ല ഇതിപ്പോ എന്ന് തുടങ്ങാനാ പ്ലാന്? വച്ച് താമസിപ്പിക്കുന്നില്ല സാർ. നല്ലൊരു ദിവസം നോക്കി ഉടനെ തുടങ്ങണം. എന്തിട്ട് നല്ല ദിവസം സുദർശന ചേട്ടാ, എന്നും നല്ല ദിവസം തന്നെ. നാളെ തന്നെ ഐശ്വര്യായിട്ട് അങ്ങ് തുടങ്ങിക്കോ. പിന്നെ എനിക്കും ഇവിടെ കിടാങ്ങൾക്കേ ഭക്ഷണം തരാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഏയ് എന്ത് ബുദ്ധിമുട്ട് സാർ, സന്തോഷമുള്ളൂ. ഇതാണ് നല്ല മനസ്സ്, ഇതാണ് തറവാടിത്തം. ഇങ്ങനെ നല്ല മനസ്സുള്ളവർക്കേ ദൈവം നല്ലത് തന്നെ വരുത്തും. സുദർശനായിട്ട് നോക്കിക്കോ, കച്ചവടം ഗംഭീരമായിട്ട് നടക്കും. നമ്മളെല്ലാം ചേർന്ന് ഇതങ്ങടെ പൊളിക്കൂട്ടാ. സാറിന്റെ നാവ് പൊന്നാവട്ടെ. ആട്ടെ, അതും സന്തോഷം. അല്ല സുദർശന ചേട്ടാ, നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. നിങ്ങൾ രണ്ടാളും തനിച്ചാ? നിങ്ങൾക്ക് കിടാങ്ങളൊന്നുമില്ലേ? ചായ. അല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് കിടാങ്ങളൊന്നുമില്ലേ? ഉണ്ട് സാറേ, ഞങ്ങൾക്കൊരു മകളുണ്ട്. ഓ, എന്നിട്ട് എവിടെ? മകള് പഠിക്കുക സാറേ, ബാംഗ്ലൂരിലാ. മോളെ പിരിഞ്ഞിരിക്കാൻ വല്ലാത്ത വിഷമാണെന്ന് തോന്നുന്നു. ചേട്ടന്റെ മുഖം മാറിയത് ഞാൻ മനസ്സിലാക്കിട്ടോ. ശരിയാ സാറേ, അവളെ ഇത്രയും ദിവസം പിരിഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാ. ചേട്ടൻ വിഷമിക്കണ്ട. മോള് പഠിച്ച് ജോലിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാലേ നല്ലൊരു ചെറുക്കനെയും കെട്ടി നിങ്ങളെ രണ്ടാളെ പൊന്നുപോലെ നോക്കി അവരുടെ കിടാങ്ങളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാലോ. ശരിയാ സാറേ. അട്ടെ, എന്തുട്ടാ മോളുടെ പേര്? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, നല്ല ഐശ്വര്യമുള്ള പേരാ. സർ, എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. യെസ് റോസ്മേരി, എപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യുന്നു. നോക്ക്, ഈ ബാഗിൽ എന്താണെന്നറിയോ? അറിയില്ല സർ. ലുക്ക് അറ്റ് ദിസ്. $100 കോടി. ഇത് സാറിന്റെ ക്യാഷ് പ്രൈസ് ആണോ? ഇതെപ്പോ കിട്ടി? ജസ്റ്റ് നൗ ഒരു ഗിഫ്റ്റ് ബോക്സിൽ വെച്ച് അവർ ഈ ബാഗ് ഇവിടെ എത്തിച്ചു. റോസ്മേരി പറഞ്ഞതുപോലെ സർപ്രൈസ് ആയിട്ട് വേണം നമുക്കിത് എല്ലാവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ ഇന്നലെ മുതൽ ആരോടും ഈ കാര്യം പറയാതെ ഒരു ആറ്റം ബോംബ് കൊണ്ടു നടക്കുന്ന ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല, സത്യം. ഇത് ബാക്കിയുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണം. ബട്ട് എങ്ങനെ? അതാ ഞാനും ആലോചിക്കുന്നത്. അതിനുള്ളൊരു പ്ലാനും കൂടി റോസ്മേരി പറഞ്ഞു തരണം. അല്ലെങ്കിൽ കോളോ ആവും. അതിനു മുമ്പ് നമുക്ക് ഈ ക്യാഷ് ഒന്ന് എണ്ണി നോക്കണ്ടേ? റോസ്മേരി ഒരു കാര്യം ചെയ്യും, അക്കൗണ്ട്സിൽ നിന്ന് ആരെങ്കിലും ഒന്ന് വിളിക്കേ. നോ സർ, ക്യാഷ് ഒക്കെ എണ്ണി നോക്കാൻ നിന്നാ നമ്മുടെ സർപ്രൈസും പ്ലാനും ഒക്കെ പൊളിയും. ആണോ? ക്യാഷ് ഒക്കെ കൃത്യമായിട്ടുണ്ടാകും. സർ, ഈ ക്യാഷ് ഇവിടെ എവിടെയെങ്കിലും വെക്കണം. നാളെ രാവിലെ എല്ലാ സ്റ്റാഫും വരുമ്പോ രവി സാറിന്റെ കൈകൊണ്ട് തന്നെ നമുക്ക് ഈ ബാഗ് ഓപ്പൺ ചെയ്യിക്കാം. ഇനി ഒരു ദിവസം വെയിറ്റ് ചെയ്യണോ? സാരമില്ല, എല്ലാം റോസ്മേരിയുടെ പ്ലാനിൽ തന്നെ നടക്കട്ടെ. നാളെ എല്ലാവരും ഞെട്ടണം. എനിക്കത്രേ ഉള്ളൂ. ഷുവർ സർ, ഞാൻ പോയിട്ട് മൊത്തത്തിലൊന്ന് പ്ലാൻ ചെയ്യാം. ഓക്കെ റോസ്മേരി. വൺസ് അഗെയിൻ കൺഗ്രാറ്റ്സ് മില്ലിനിയർ റിക്കു സർ. ശ്രീലക്ഷ്മി, എന്തുപറ്റി? ടയർഡായോ? ഒന്നുമില്ല സർ. ഇത്രയും യാത്ര ചെയ്തതല്ലേ, വിശക്കുന്നുണ്ടോ? എനിക്ക് സാരല്ല സർ, ഇനിയിപ്പോ വീട്ടിലെത്തിയിട്ട് കഴിക്കാം. എടോ, നമ്മള് വീട്ടിലെത്താൻ ഇനിയും ലേറ്റ് ആവും. എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട് മതി ഇനി യാത്ര. അരുൺ, എവിടെയെങ്കിലും ഒരു കട കണ്ടോ നിർത്തണേ? ശരി സാർ. $30. ചായ വേണമെങ്കിൽ പറഞ്ഞാ മതി കേട്ടോ. എത്രേ? 30 രൂപ.
ശരി. നമുക്ക് വീട്ടിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. വിശക്കുന്ന നാളെ വിഷമിപ്പിച്ചു വിടണ്ട. ലക്ഷ്മി കഴിച്ചു. കഴിക്കേ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. രാവിലെ കാണാട്ടാ. ആയിക്കോട്ടെ. ആ ആ അടയ്ക്കാം. അതടച്ച് ആ പാത്രങ്ങൾ കൂടെ എടുത്തു വെക്കാം. അതെടുത്ത് വെക്കി. ശരിയെങ്കിൽ ഓക്കെ, ഞാൻ വിളിക്കാം. ഹായ്, ഇതാര്? രവിവർമ്മൻ സാറല്ലേ? അതെ. ഞാൻ ജോസേ. മുഴുവൻ പേര് ജോസ് വഴക്കണമെന്നാ. ഇവിടെ എല്ലാരും ജോസേട്ടാന്ന് വിളിക്കും. അല്ല, ഇതാരാ? ഭാര്യയാണോ? എനിക്കങ്ങോട്ട് നിന്നെ മനസ്സിലായില്ല. ഹായ്, എന്നെ അറിയാൻ വഴിയില്ല, പക്ഷേ സാറിന് എനിക്ക് നന്നായിട്ട് അറിയാട്ടോ. എല്ലാ ആഴ്ചയിലും പത്രത്തിലെ ബിസിനസ് പേജില് സാറിന്റെ ആർട്ടിക്കിൾ ഞാൻ വായിക്കാറുണ്ടേ. എനിക്ക് ഈ ബിസിനസ്സിലൊക്കെ വലിയ താല്പര്യമാണേ. അങ്ങനെ കുറെ കാശും കയ്യിൽ നിന്ന് പോയി. മാഡത്തിനായിരുന്നല്ലേ ഡ്രൈവർ ആഹാരം വാങ്ങിയത്? അതെ. സാർ ഇവിടെ നിക്കട്ടാ, ഒരു ചായയും കൂടെ വാങ്ങിക്കൊണ്ടുവന്ന് കുടിച്ചിട്ട് പോയാ മതി കേട്ടാ. വേണമെന്നില്ല. വേണോന്നേ. സാർ നിക്ക്, ഞാനിപ്പ വരാം. ഇന്ത്യയിലെ തന്നെ ടോപ്പ് 5 ബിസിനസ്മാൻമാരുടെ ലിസ്റ്റിലുള്ള കേരളത്തിലെ പ്രമുഖ വ്യവസായിയാണ് രവിചന്ദ്രവർമ്മൻ. ഇതാദ്യമായാണ് ടാക്സ് വെട്ടിച്ചു എന്ന ഇൻഫർമേഷൻ പ്രകാരം വർമ്മൻ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി ഒരു റെയ്ഡ് നേരിടേണ്ടി വരുന്നത്. രവിചന്ദ്രവർമ്മന്റെ ഓഫീസിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ യദുകൃഷ്ണൻ ഇപ്പോൾ ലൈനിലുണ്ട്. പറയൂ യദുകൃഷ്ണൻ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡ് തുടങ്ങിയ വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കിടാമോ? ഹലോ നിഷ, ഞാനിപ്പോ ഉള്ളത് വർമ്മൻ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ ഹെഡ് ഓഫീസിലാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മിന്നൽ റെയ്ഡാണിത് എന്ന് വേണമെങ്കിൽ പറയാം. ടാക്സ് അടയ്ക്കാതെ സൂക്ഷിച്ചിരുന്ന ബ്ലാക്ക് മണിക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താ അമ്മ ഇത്? നമ്മുടെ കമ്പനിയിൽ ഇങ്ങനെയൊക്കെ റെയ്ഡ് കിടക്കാൻ മാത്രം, അതും ബ്ലാക്ക് മണിയുടെ പേരിൽ. ഹലോ സൂസൻ, ഞാൻ കണ്ടോണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. ഓ മൈ ഗോഡ്, ആകെ നാണക്കേടായല്ലോ. രേഖ, പേടിക്കാനൊന്നുമില്ല. വലിയ വലിയ കമ്പനികളിൽ ഇങ്ങനെയൊക്കെ റെയ്ഡ് ഉണ്ടാവുന്നത് സാധാരണയാണ്. പിന്നെ കണക്കിൽപ്പെടാത്ത 1 രൂപ പോലും നമ്മുടെ കമ്പനിയിൽ ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ ഒരു ഇല്ലീഗൽ ബിസിനസ്സും നമ്മുടെ കമ്പനിയിൽ ചെയ്യുകയില്ല. റെയ്ഡിന് ശേഷം അവർ പൊയ്ക്കോളും. നമ്മുടെ അസറ്റിനുള്ള അക്കൗണ്ടിങ്ങും ഡോക്യുമെന്റ്സും വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ അവർക്കത് മനസ്സിലായിക്കോളും. ഇതാരോ ഫേക്ക് ഇൻഫർമേഷൻ കൊടുത്തതാകാനാണ് സാധ്യത. സർ, ക്യാബിനിലെ ചെക്കിംഗ് കഴിഞ്ഞു. എവറിത്തിങ് ഈസ് ക്ലിയർ. പേഴ്സണൽ ക്യാബിനുകൾ കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെയ്ഡ് പൂർത്തിയാക്കാം. സർ, റെയ്ഡ് പൂർത്തിയാക്കി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ഓഫീസിലുള്ള മറ്റ് ക്യാബിൻ കൂടി സെർച്ച് ചെയ്യണം. വേറെ എവിടെയൊക്കെ ചെക്ക് ചെയ്യണം ഓഫീസർ? എവറിത്തിങ് ഈസ് ക്ലിയർ എന്നല്ലേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത്? ഇനി എന്താ വേണ്ടത്? സോറി മാഡം, ഓഫീസിൽ എല്ലായിടത്തും ചെക്ക് ചെയ്യാതെ റെയ്ഡ് പൂർത്തിയായി എന്ന റിപ്പോർട്ട് എഴുതാൻ എനിക്കാവില്ല. ഞങ്ങൾ ഇത്രയൊക്കെ കോപ്പറേറ്റ് ചെയ്തിട്ടും നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയുടെയും ഞങ്ങളുടെ ബോസിന്റെയും ജെന്യൂനിറ്റിയെ ചോദ്യം ചെയ്യുകയാണ്. ഞങ്ങളുടെ ക്ഷമ മുതൽ. ആഹാ, കൊള്ളാലോ. ഇത് രവി സാറിന്റെ ഫോട്ടോ അല്ലേ?
ഇതാണ് ഇത്രയും നേരം നിങ്ങൾ തെരഞ്ഞത്? എന്നോട് ചോദിച്ചിരുന്നെങ്കിലേ ഞാൻ എടുത്ത നല്ല പോസിലുള്ള കിടിലം ഫോട്ടോസ് അങ്ങോട്ട് അയച്ചു തരികയോ കൊണ്ടുതരികയോ ചെയ്യുമായിരുന്നല്ലോ. ഇത്രയും ദൂരം വന്ന് കഷ്ടപ്പെടണമായിരുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടെടുത്തതല്ലേ, കൊണ്ടുവയ്ക്കോ. ട്രേഡിന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാം. രാജാറാം, വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യേണ്ട സ്ഥലമാണെന്ന് എനിക്ക് വല്ലാത്ത നിർബന്ധമുണ്ട്. എന്റെ ആ നിർബന്ധം എന്റെ എല്ലാ സ്റ്റാഫിനും അറിയാവുന്നതുമാണ്. അതുകൊണ്ടാണ് ഇതുവരെ നിങ്ങൾക്ക് ഇവിടേക്ക് വന്ന് ഇതുപോലൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരായിരുന്നത്. അങ്ങനെ ഞാൻ പടുത്തുയർത്തിയ ഈ സ്ഥാപനത്തിൽ നിങ്ങൾ റെയ്ഡ് നടത്തുന്നു എന്നറിഞ്ഞപ്പോ എന്റെ ജീവിതത്തിലെ 2 പ്രധാന വ്യക്തികളെ അന്വേഷിച്ച് ഞാൻ മറ്റൊരു സ്ഥലത്തായിരുന്നു. നിങ്ങളുടെ ഡ്യൂട്ടിയെ നിയമത്തെ ഞാൻ മാനിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ മൗനം പാലിക്കുന്നത്. ഹലോ സർ, ഉടൻ തന്നെ രവിവർമ്മ സാറിന്റെ വീട്ടിൽ നടക്കുന്ന റെയ്ഡ് അവസാനിപ്പിക്കണം. ബട്ട് വൈ സർ? നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അദ്ദേഹത്തിന്റെ ശത്രു കെട്ടിച്ചമച്ചതായിരുന്നു. യഥാർത്ഥ പ്രതിയെ കിട്ടിയിട്ടുണ്ട്. സ്റ്റോപ്പ് ദ റെയ്ഡ് ആൻഡ് സേ സോറി ടു ഹിസ് ഫാമിലി. ഓക്കെ സർ. ഓക്കെ മിസ്റ്റർ വേണു. സർ. എന്താ സർ? ഹെഡ് ഓഫീസിൽ നിന്നാ റെയ്ഡ് നിർത്താനാ പറയുന്നത്. ഈ റെയ്ഡ് രവിചന്ദ്രവർമ്മനെതിരായുള്ള ഫേക്ക് ന്യൂസ് ആണെന്ന്, ഏതോ ശത്രുക്കളുടെ ട്രാപ്പ്. സർ, നമ്മൾ ഇത് അല്പം കടന്നുപോയല്ലോ. ഈ മുറിയുമായിട്ട് അദ്ദേഹത്തിന് എന്തോ പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ. അതെ, ബട്ട് നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാനാവില്ലല്ലോ. ഓക്കെ, കം. സോറി മാഡം. സോറി സാർ. ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ഫേക്ക് ഇൻഫർമേഷൻ ആയിരുന്നു. റെയ്ഡ് നിർത്താൻ ഹെഡ് ഓഫീസിൽ നിന്നും ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. വി ആർ എക്സ്ട്രീംലി സോറി ടു ഡിസ്റ്റർബ് യു. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. ഓക്കെ, കം ഓൺ. ചെല്ലു. സോറി സാർ. കാളെ പറ്റുന്ന കേട്ട് കയറെടുക്കരുത്. രവി, എന്താ മുന്നേ റെയ്ഡൊക്കെ? എന്തോ ഫേക്ക് ന്യൂസ് ആണെന്നൊക്കെ പറഞ്ഞു. എന്താ സംഭവം? ചേട്ടായി, ഓഫീസിൽ ഓക്കെ അല്ലേ? വാട്ട് യു മീൻ ബൈ ഓക്കെ? എന്താ ഉണ്ടായത് രവി? ബ്രദറിലോ, എന്താ ഉണ്ടായത്? വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഇൻകം ടാക്സ് റെയ്ഡിന് പരിസമാപ്തി. വർമ്മൻ ഗ്രൂപ്പിന്റെ ബിസിനസ് സ്ഥാപനത്തിൽ പേഴ്സണൽ അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്ന റോസ്മേരി എന്ന പെൺകുട്ടിയാണ് കെട്ടിച്ചമച്ച ഈ ടാക്സ് സർട്ടിഫിക്കറ്റിന്റെ പിന്നിലെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മൈ ഗോഡ്, റോസ്മേരി. അപ്പോ ലക്കി കൂപ്പൺ പ്രൈസ് എന്ന പേരിൽ എനിക്ക് തന്ന ക്യാഷിനാണോ ഈ റെയ്ഡ് വന്നത്? ദൈവമേ, ഞാനല്ലേ അവളെ അപ്പോയിന്റ് ചെയ്തത്. എല്ലാം ഇനി എന്റെ തലയിലാവുമല്ലോ. ഓഫീസിൽ കയറിക്കൂടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആ പെൺകുട്ടിക്ക് എങ്ങനെ സാധിച്ചു? മതിയായ രേഖകളില്ലാതെയാണോ ജോലി എടുക്കുന്നത്? എങ്കിലും വല്ലാത്ത ധൈര്യമായി പോയി. അവളുടെ ധൈര്യമല്ലമ്മേ, നമ്മളുടെ ശ്രദ്ധക്കുറവാ. അതാ എല്ലാത്തിനും കാരണം. സരോജാമ്മയുടെ കടയിൽ നിന്ന് ഞാൻ ചായ കൊണ്ടുകൊടുത്ത ആളാരാണെന്നറിയോ? അത് സാറിന്റെ ഏതോ പരിചയക്കാരനാണെന്നല്ലേ പറഞ്ഞത്? ആ പരിചയക്കാരനാണ്, പക്ഷേ മൂപ്പർക്ക് എന്നെ പരിചയമില്ല. വെളിച്ചപ്പാടത് എല്ലാവർക്കും അറിയാന്ന് പറഞ്ഞില്ലേ, അതുപോലെയാ. ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്മാൻമാരിൽ ഒരാളാ കക്ഷി. അതെയോ? പക്ഷേ സരോജാമ്മയുടെ മുഴുവൻ ചായയും മൂപ്പർക്ക് കുടിക്കാൻ പറ്റിയില്ല. വിട്ടുപിടിച്ചൊരു പോക്കായിരുന്നേ. വലിയ തിരക്കുള്ള ആളല്ലേ.
ആളെ കണ്ട് ഞാനങ്ങ് കിടുങ്ങി. അത്രയും വലിയൊരാള് ഇവിടെ വരാനും എന്നോട് സംസാരിക്കാനും സരോജാമ്മയുടെ ചായ കൊടുക്കാനും ഒക്കെ പറ്റിയത് വലിയൊരു മഹാഭാഗ്യമല്ലേ. ഓ, കൂടെ മൂപ്പരുടെ ഭാര്യ ഉണ്ടായിരുന്നു. ഓ, എന്തു മുഖ ഐശ്വര്യമുള്ളൊരു പെൺകുട്ടിയാ. ആ കുട്ടിക്ക് വേണ്ടപ്പെട്ട ആരോ ഇവിടെ താമസിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അവരെ അന്വേഷിച്ച് വന്നതാത്രേ. എന്നാലും അതാരാണാവോ? വിശദമായിട്ട് ചോദിച്ചു മനസ്സിലാക്കാനും പറ്റിയില്ല. എന്താ സാറേ ആ വന്ന ആളിന്റെ പേര്? അത് ചേട്ടന് മനസ്സിലാകാൻ വഴിയില്ല. നമ്മള് തന്നെ ആളെ ടിവിയിലും പത്രത്തിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഓ, ആളൊരു നല്ല സ്റ്റൈലം കടിയാണെന്നേ. നല്ല മനസ്സുള്ള മനുഷ്യനാ. ആളിന്റെ പേരിൽ തന്നെ നല്ലൊരു പവറുണ്ട്. രവിചന്ദ്ര വർമ്മൻ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പേടിച്ച ആദ്യ ദിവസം തന്നെ എല്ലാം രവിയോട് പറയാന്ന് ഞാൻ പറഞ്ഞത്. അന്ന് മോളാ എന്നെ തടഞ്ഞത്. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും മോളെ? അതാ അമ്മ ഞാനും ആലോചിക്കുന്നത്. ഞാൻ താഴേക്ക് പോയി രവിയോട് നടന്നതെല്ലാം പറയാൻ പോവാ. അയ്യോ, അത് വേണ്ട അമ്മേ. അങ്ങനെ പറഞ്ഞ വീണ്ടും രേഖ മാഡം ഹേർട്ടാവും. മാത്രല്ല വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാനേ അതുകൊണ്ട് ഉപകരിക്കൂ. വരുന്നു സാർ. സാന്ദ്രയെ വിളിച്ച് ഓഫീസിൽ നിന്ന് കുറച്ച് പണം എത്തിക്കാൻ പറയേണ്ടതായിരുന്നു. ഇനിയിപ്പൊ അതിനൊന്നും സമയമില്ല. നമ്മളിനി എന്ത് ചെയ്യും മോളെ? അമ്മേ, തൽക്കാലം ഞാനൊരു എംടി ബാഗുമായിട്ട് പോവാം. ക്യാഷ് അതിലുണ്ടെന്ന് രവി സാർ കരുതിക്കോളൂ. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞ് എന്ത് ചെയ്യും? പൈസ ഇല്ലാത്ത കാര്യം രവി അറിയില്ലേ? അല്ലെങ്കിൽ സുദർശൻ ചോദിച്ച മോൾ എന്തു പറയും? അച്ഛനെ ഞാൻ എങ്ങനെയും പറഞ്ഞു മനസ്സിലാക്കാമേ. രവി സാറിന് മുമ്പിലും രേഖ മാഡം കുറ്റക്കാരിയായി നിൽക്കാൻ പാടില്ല. ഞാനിപ്പോ അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. രവി സാറിന്റെ മുമ്പിൽ ആദ്യമായിട്ടൊരു തെറ്റ് ചെയ്യാണെന്ന് കുറ്റബോധമുണ്ട്. പക്ഷെ ഇതല്ലാതെ വേറെ വഴിയില്ലമ്മേ. മോളെ, പക്ഷേ ഇനി ഇതിനെക്കുറിച്ച് ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല. ബാക്കി വരാനുള്ളത് പോലെ വരട്ടെ. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ കൊണ്ടുവച്ച ക്യാഷ് ഞാനാ എടുത്തത്. അതും അറിയാതെ ചെയ്തൊരു തെറ്റ്. അതൊരു മഹാ അപരാധമായിട്ട് കണ്ട് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ആ പ്രശ്നത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തോന്നലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കും. ചേട്ടായി ഇതറിഞ്ഞാൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കാനാ അമ്മയും ശ്രീലക്ഷ്മിയും ചേട്ടായി അറിയിക്കാൻ സമ്മതിക്കാത്തത്. 15 ലക്ഷം രൂപ ഞാൻ എടുത്ത് ചെലവാക്കി. അതും ഒരു കണക്കിലും പെടാത്തൊരു പൈസ. ആ കാരണത്താൽ എന്നെ കള്ളി എന്ന മുദ്ര കുത്താനാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നെങ്കിൽ ആ തുക ഞാൻ തിരിച്ചു തന്ന പോരെ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വാങ്ങി തിരിച്ചു കൊടുക്കും. കാശിന്റെ അല്ല പ്രശ്നം. കാശിനപ്പുറം ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളാ ചേട്ടായി എന്ന് തനിക്കറിയാലോ. നിനക്ക് ഷോപ്പിങ്ങിനാണെങ്കിലും മറ്റെന്ത് ആവശ്യത്തിനാണെങ്കിലും നിന്റെ ഇഷ്ടത്തിന് കാശ് നീ എഴുതിയെടുക്കുന്നതല്ലേ. ആരെങ്കിലും കണക്ക് ചോദിക്കാൻ വന്നിട്ടുണ്ടോ ഇവിടെ? പക്ഷെ ഇപ്പോ നീ ഇവിടെ ചെലവാക്കിയിരിക്കുന്നത് ശ്രീലക്ഷ്മിയുടെ അച്ഛനും അമ്മയും വേർപ്പൊഴുക്കിയ പൈസയാണ്. അവരിത്രയും നാളും അന്തി ഉറങ്ങിയ വീട് വിറ്റിട്ട് കൊണ്ടുവന്ന പൈസ. അതിന് കേവലം നോട്ട് കെട്ടുകളുടെ വിലയല്ല, അതിനപ്പുറം. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അവരുടെ തട്ടുകട വണ്ടി പുറത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ കരുതി വല്ല റിപ്പയറിങ്ങിനും കൊണ്ടുപോയതാണെന്ന്. പക്ഷെ അതല്ല, അവരതുമായിട്ട് ഇവിടത്തെ പൊറുതി മതിയാക്കി പോയതാ. ദേ, ഈ കത്ത് വായിച്ചപ്പോഴല്ലേ എനിക്കും മനസ്സിലായത്. സാറൊന്ന് വായിച്ചു നോക്കിയേ. മോളെ ശ്രീലക്ഷ്മി, മോൾ എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ നിന്നെയും രവിസാറിനെയും ബുദ്ധിമുട്ടിക്കുന്നെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മുന്നിൽ നേരെ വന്ന് നിൽക്കാനുള്ള ധൈര്യം എനിക്കില്ല മോളെ. അതുകൊണ്ട് ഞാനും അമ്മയും ഇവിടം വിട്ട് പോവുകയാണ്. ഇനി ഞങ്ങളെ തിരക്കി മോള് പുറകെ വരരുത്.
ഇത് അച്ഛന്റെ ഒരു മത്സരമായോ നിർബന്ധമായോ മോള് കാണരുത്. ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ് രവി സാറിനെ നീ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത്. ഞങ്ങളെ കണ്ടുപിടിക്കാൻ ഇപ്പൊ മോൾക്ക് നിസ്സാരമായി സാധിക്കുന്ന അച്ഛനറിയാം. പക്ഷെ മോൾ അതിന് ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ച് അച്ഛനെ പരാജയപ്പെടുത്തരുത്. ഇത് അച്ഛന്റെ ഒരു അപേക്ഷയായി മോള് കാണണം എന്ന വാത്സല്യത്തോടെ അച്ഛൻ. കരയരുത് ശ്രീലക്ഷ്മി. ഇനി അവർക്ക് വേണ്ടി താൻ കരയേണ്ട കാര്യമില്ല. ഈ കത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനിയും നമ്മൾ അവരെ തിരക്കി ഇറങ്ങരുത്. അത് തന്റെ അച്ഛന്റെ വാക്കിനെയും അഭിമാനത്തെയും ചോദ്യം ചെയ്തതിന് തുല്യമാണ്. സാന്ദ്ര വാസ് റൈറ്റ്. ഐ അപ്പോളജൈസ് ഫോർ ഇഗ്നോറിംഗ് യുവർ വാർണിംഗ്സ്. ഞാൻ വിചാരിച്ചതുപോലെ നിഷ്കളങ്കയായ ഒരു സാധാരണ നാടൻ പെൺകുട്ടിയല്ല ശ്രീലക്ഷ്മി. നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്താണ് അവളുടെ കാഴ്ചപ്പാടും രീതികളും. ഓരോരുത്തരെ ഏത് ത്രാസിൽ അളക്കണമെന്ന് അവൾക്ക് വ്യക്തമായി അറിയാം. ഓഫീസിൽ അവൾ എങ്ങനെയാണോ സാന്ദ്രയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചത്, അതുപോലെ തന്നെ വീട്ടിൽ അവള് എന്റെ മേലും ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ചെമ്മീൻ ചാടിയ എവിടെ വരെയെന്നറിയാൻ ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തു. പക്ഷെ ഓരോ ചട്ടിയിൽ നിന്നും വഴുതി മാറി അവളുടെ അടുത്ത ചാട്ടം വർമ്മൻ ഗ്രൂപ്പ് എന്ന കമ്പനിയുടെ നടുക്കടലിലേക്ക്. വീട് കുളം തോണ്ടുന്ന പോലെ അവൾ ഈ ഓഫീസും കുളം തോണ്ടുമെന്ന് എനിക്കറിയാം. സാന്ദ്രയുടെയും കൂടി കഷ്ടപ്പാടാ ഈ വർമ്മൻ കമ്പനി. അവിടെ സാന്ദ്രയ്ക്ക് മേൽ വേറൊരുത്തി വന്ന് സാന്ദ്രയെ ഭരിക്കാന്ന് പറഞ്ഞ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? സാന്ദ്ര ഇരിക്കേണ്ട സ്ഥാനത്ത് അവളിപ്പോ ഞെളിഞ്ഞിരിക്കുന്നത്. ഓഫീസിലും ബ്രദർ ഇൻ ലോയുടെ മനസ്സിലും. അതുകൊണ്ട് ഓഫീസിലും വീട്ടിലും അവളുടെ എല്ലാ കളികളും ഉടനെ എനിക്ക് അവസാനിപ്പിച്ചു കൊടുക്കണം സാന്ദ്ര. അതിന് എനിക്ക് സാന്ദ്രയുടെ സഹായം വേണം. ഐ നീഡ് യുവർ ഹെൽപ്പ്. ഐ എം നോട്ട് ഗെറ്റിംഗ് യു മാം. ഐ വിൽ എക്സ്പ്ലെയിൻ. വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ രണ്ടായി ചെയ്യുന്നത് ഇനി മുതൽ ഒന്നായി ഒരുമിച്ച് ചെയ്യണം. വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും അവളെ ഓടിക്കണം. അവളുടെ പഴയ അഴുക്ക് ചാലിലേക്ക് തന്നെ. ഐ എം സോറി മാം. ഐ ഡോണ്ട് വോണ്ട് ടു ഹിയർ സച്ച് ടോക്ക്. സാന്ദ്ര പ്ലീസ് 1 മിനിറ്റ്. ഞാൻ പറയുന്നത് മുഴുവനൊന്ന് കേക്ക്. എന്നെ സാന്ദ്ര ഇനിയും ഒരു ശത്രുവിനെ പോലെ കാണരുത്. സാന്ദ്രയ്ക്ക് ശ്രീലക്ഷ്മിയോടുള്ള വിരോധം എനിക്കറിയാം. സാന്ദ്ര അത് എന്നോട് തുറന്നു പറഞ്ഞിട്ടുള്ളതുവാ. ഇനിയും നമ്മൾ അകന്നു നിന്ന ഇപ്പൊ കയ്യെത്തും ദൂരത്തുള്ളത് പലതും നാളെ എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ദൂരത്തിലാവും. അമ്മയുടെ ഉറപ്പിന്മേല് എനിക്കൊരു പ്രതീക്ഷ തോന്നുന്നുണ്ടമ്മേ. അച്ഛനമ്മയും വരും. പിന്നെ അവര് വരുമ്പോ നമുക്ക് അവരൊന്നും പറ്റിക്കണം കേട്ടോ മോളെ. എന്തിനാണോ അവരിതൊക്കെ ചെയ്തത് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് നമുക്ക് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവര് വരുമ്പോ തന്നെ വിറ്റിട്ട് പോയ നിങ്ങളുടെ വീടിന്റെ താക്കോല് ഞാൻ എഴുതി വെച്ച കത്ത് വായിക്കുമ്പോ രവി സാറിന് മനസ്സിലാവും. നിങ്ങളുടെ ഇങ്ങനത്തെ ചിന്തകളും ആലോചനകളും എനിക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ നിങ്ങൾ ഈ പറയുന്ന ഭ്രാന്തൊക്കെ കേൾക്കുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്റെ പിടിവിട്ടു പോയാ ഞാൻ എന്റെ മോളെ പോയി കാണും. അപ്പൊ തടസ്സം നിന്നേക്കരുത്, പറഞ്ഞേക്കാം. പിന്നെ ഞാൻ ഇട്ടിട്ട് പോയിന്ന് പറയരുത്. ആ എന്താ ചിരിക്കുന്നത്? ഈ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല സരോജ. ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ജീവിച്ചു തുടങ്ങിയത് മുതൽ ഇതുവരെ ഞാൻ നിങ്ങളുടെ വാക്കുകൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ അതുപോലെ അല്ല ഇത്. നമ്മുടെ വിവാഹത്തിന് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് മുതൽ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മളിൽ ഒരാൾ മൺമറഞ്ഞു പോകുന്നതുവരെ എനിക്ക് നീയും നിനക്ക് ഞാനും പരസ്പരം തുണയായിരിക്കുമെന്ന്. അങ്ങനെയുള്ളപ്പോ
നീ എന്നെ വിട്ടുപോകാൻ ഞാൻ മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. ഇപ്പോഴും ജീവിച്ചിരിക്കല്ലേ. ശ്രീലച്ചൻ എന്ത് വർത്താനം ഈ പറയുന്നത്? ആ വാ, നീ നടക്ക്. ഓ, എന്തൊരു വെയിറ്റോ. അതെ തള്ളു. പതുക്കെ പതുക്കെ. എന്നും ഇങ്ങനെ ഈ മതലിന് അപ്പുറം ഇപ്പുറം തന്നെയാണോ? അതെ, അത് സാറിനെ ഓർമ്മപ്പെടുത്താനാ ഞാൻ ഈ തലേണ് രണ്ടും ഇവിടെ വെച്ചത്. അതെ, ഈ ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഭയങ്കര ബോറാണ് കേട്ടോ. അതിന് ഇനിയും കുറച്ച് ദിവസങ്ങളില്ലേ. അതുവരെ ഇങ്ങനെ കിടക്കണോന്നൊക്കെ പറഞ്ഞ സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പുറത്തെ ഏതെങ്കിലും ബെഡിൽ പോയി കിടക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ പോയേക്കാം. ഏയ്, അത് വേണ്ട. ബുദ്ധിമുട്ടെനിക്കല്ലേ, ഞാൻ പോയേക്കാം. എന്തേ പോണില്ലേ? അല്ല, അല്ലെങ്കിൽ വേണ്ട, ഞാനിവിടെ അടുത്ത് കിടന്നോളാം. എന്തേ? ആ, കണ്ടോണ്ടെങ്കിലും കിടക്കാലോ. അതിന് എന്നെ സാറ് ആദ്യമായിട്ടാണോ കാണുന്നത്? അതിനെ മാത്രം കാണാൻ എനിക്ക് എന്താ പ്രത്യേകത? അതെ, തന്റെ സൗന്ദര്യം എന്റെ കണ്ണുകളില. അത് കണ്ണിന് മാത്രമല്ല, മനസ്സിനെയും തൃപ്തിപ്പെടുത്തും. പക്ഷേ ഈ കാത്തിരിപ്പാണ് സഹിക്കാൻ പറ്റാത്തത്. ആണോ? എനിക്ക് പക്ഷെ അങ്ങനെ തോന്നുന്നില്ലല്ലോ. എനിക്ക് ഈ കാത്തിരിപ്പ് നല്ലൊരു ഫീൽ ആയിട്ടാ തോന്നുന്നത്. അതെ അതെ, ഭയങ്കര ഫീലിംഗ്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് പറയട്ടെ. എനിക്കറിയായിരുന്നു സാറിന് ഇങ്ങനെയൊക്കെ തോന്നൂന്ന്. അതിനല്ല ഞാൻ സേഫ്റ്റിക്ക് തലേനെ എടുത്തു വെച്ചിരുന്നത്. അതെ, ഞാൻ ഉദ്ദേശിച്ചത് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാ ഞാൻ അടുത്തേക്ക് വന്നതേ. ശ്രീലക്ഷ്മിക്ക് ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ. അല്ലാതെ എനിക്കെന്തോന്നു. അയ്യേ, പ്രാക്ടീസോ? എന്ത് പ്രാക്ടീസ്? അത് പിന്നെ നടക്കാതെ പോയ നമ്മളുടെ ശാന്തി മുഹൂർത്തത്തിന് തീയതി കുറിച്ച സ്ഥിതിക്ക് അതിനൊരു ചെറിയ പ്രിപ്പറേഷൻ, പ്രാക്ടീസ്. അപ്പോ ഇനി അതിനി സമയം കളയണ്ടല്ലോ. പിന്നെ പ്രാക്ടീസ് എടുത്താൻ ഇത് ക്രിക്കറ്റ് മാച്ച് അല്ലേ? കൂടുതൽ അടവെടുത്താലേ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. പറഞ്ഞേക്കാം. ഓ, ഭീഷണിയാണോ? അതെ, ഭീഷണിയാണ്. ഐ ആം ഹർട്ടഡ് ശ്രീലക്ഷ്മി. താൻ ഹേർട്ട് ചെയ്തു. അതുകൊണ്ട് ഞാൻ തന്നതെല്ലാം താൻ ഇപ്പൊ തന്നെ തിരിച്ചു നൽകും. സാറ് തന്നതോ? അതിന് സാറെനിക്ക് എന്താ തന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ഫോൺ വിളിച്ചപ്പോ കട്ട് ചെയ്യാൻ നേരത്ത് അമ്മ കിടന്നില്ലായിരുന്നു. അമ്മ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല മോനെ, ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് കരുതി. അതല്ലേ ശീലം. നിങ്ങൾ ഇത്രയും വൈകുമെന്ന് ഞാൻ കരുതിയില്ല. അയ്യോ അമ്മ, ടാബ്ലറ്റ്സ് കഴിക്കാനുള്ളതല്ലേ, അപ്പൊ കൃത്യസമയത്ത് തന്നെ ഭക്ഷണവും ടാബ്ലറ്റ്സും കഴിക്കണം. ഇനി ചില ദിവസങ്ങളില് ഞങ്ങള് വരാൻ വൈകും. അതൊന്നും സാരമില്ല മോളെ. എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതല്ലേ ഒരു സന്തോഷം. എല്ലാവരെയൊന്നും പറയുന്നത് വെറുതെയാണേ. സത്യം പറ, ശ്രീലക്ഷ്മിയെ കാത്തല്ലേ അമ്മ ഇത്രയും സമയം ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നത്? എനിക്ക് എന്റെ മക്കൾ എല്ലാവരും ഒരുപോലെയാ. പിന്നെ ശ്രീലക്ഷ്മിയോട് ഒരല്പം സ്നേഹം കൂടുതലുണ്ടെന്ന് വിചാരിച്ചോ? അവൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ. ആ, മക്കളെല്ലാം പോയി ഫ്രഷ് ആയിട്ട് വാ. നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാം. രവി, എന്താ രാജാറാം, എന്തുപറ്റി? എന്താ ഈ നേരത്ത്? രവി, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു നിന്നോട്. ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനിങ്ങനെ ആവശ്യമില്ലാത്ത ബിൽഡപ്പ് ഉണ്ടാക്കി എല്ലാവരും പേടിപ്പിക്കുന്നതിനാ.
അമ്മേ രഘു, നിങ്ങളെല്ലാവരും ഫ്രഷ് ആയിട്ട് വന്നേ. ചെല്ലു. എന്താ രാജ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് ഒന്നുമില്ലമ്മേ. ഇവിടെ ചില സെക്യൂരിറ്റി അപ്ഡേഷനെ കുറിച്ച് രവിയുമായി സംസാരിക്കാനാണ് ഞാൻ വന്നത്. നത്തിങ് സീരിയസ്. ഇവിടെ എന്തിനാ ഇപ്പൊ സെക്യൂരിറ്റി ഒക്കെ? അല്ലമ്മേ, സാറും ശ്രീലക്ഷ്മി മേഡവും രഘു സാറും ഓഫീസിലായിരിക്കുമല്ലോ പകല് മുഴുവൻ. അമ്മ തനിച്ചല്ലേ. എനിക്കെന്തിനാ ഇപ്പൊ സെക്യൂരിറ്റി ഒക്കെ? അങ്ങനല്ലമ്മേ, ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. യൂഷ്വൽ തിങ്സ്. അമ്മ പോയിട്ട് ആഹാരമൊക്കെ എടുത്തു വെക്കാം. ചെല്ലു. ശരി. രാജാറാം, എന്താ ശരിക്കും പ്രോബ്ലം? ഇനി പറയും. രവി, അത് കമോൺ രാജാറാം, ആദ്യം നീ ഒന്ന് കൂളാവും, എന്നിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും. സംഭവിച്ചു കൂടാത്തത് സംഭവിച്ചിരിക്കുന്നു. നമ്മളൊന്ന് കരുതിയിരിക്കണം. അല്പം മുമ്പ് എന്നെ കമ്മീഷണർ വിളിച്ചിരുന്നു. ജി ഡി ജയിലിൽ ചാടി. വാട്ട്? യെസ്. ശ്രീലക്ഷ്മി, താനിപ്പോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന തന്റെ മനസ്സിലെ വിഷമം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ തന്നെ കുറ്റം പറയാനും എനിക്കാവില്ല. എന്ത് വിഷമം? എനിക്ക് സാറ് പറയുന്ന പോലെ ഒരു വിഷമമില്ലല്ലോ. സ്വയം എത്ര സമാധാനിക്കാൻ നോക്കിയാലും തനിക്ക് വിഷമമില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും തന്റെ ഈ മുഖം നോക്കുമ്പോ എനിക്കെല്ലാം മനസ്സിലാവും ശ്രീലക്ഷ്മി. ഞാനത് മനസ്സിലാക്കിയില്ലെങ്കിൽ തന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അച്ഛന്റെ കോളാണല്ലോ. ഹലോ അമ്മേ. അമ്മേ, എന്തെങ്കിലും ഒന്ന് പറയമ്മേ. ഇന്ന് ഞാനോ ശ്രീ അമ്മേ. മോളെ ശ്രീലക്ഷ്മി. അമ്മ ഇത് എവിടെയാ? എവിടേക്കാ നിങ്ങള് പോയത്? ഇപ്പൊ എവിടെയാ നിങ്ങള്? അച്ഛൻ എവിടെ അമ്മ? ഇത്രയും ദിവസം എന്നെ കാണാതെ എന്നോട് മിണ്ടാതെ ഇരിക്കാൻ എങ്ങനെ സാധിച്ചു? ഒരു തവണ പോലും എന്നോട് സംസാരിക്കണമെന്ന് തോന്നിയില്ല രണ്ടാൾക്കും. നിങ്ങൾ എവിടേക്കായി ഒളിച്ചോടുന്നത്? ആരെയാ ഭയക്കുന്നത്? എന്തിനമ്മ കരയുന്നത്? കരയാതമ്മ, ഞാനല്ല പറയുന്നത്, എന്റെ പൊന്നമ്മയല്ലേ. ഐ എം സോറി, ഞാൻ ലേറ്റ് ആയെന്ന് തോന്നുന്നു. ഏയ് നോ സർ, യു ആർ ഓൺ ടൈം. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതാ സർ. ഓക്കെ ഗൈസ്, വാട്ട് അബൌട്ട് ന്യൂ പ്രൊജക്ട്? എനി അപ്ഡേറ്റ്സ്? സർ, രാജനന്ദിനി സിൽക്സിന്റെ ന്യൂ ഷോറൂമുമായി ബന്ധപ്പെട്ട മേജർ വർക്ക്സുകളെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി പബ്ലിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് മാത്രമാണ് പെൻഡിംഗ് ഉള്ളത്. ഷോറൂം ഓപ്പണിംഗിന് മുമ്പ് തന്നെ പബ്ലിസിറ്റി വർക്ക്സ് ഫിനിഷ് ചെയ്താൽ മാർക്കറ്റിലും ജനങ്ങളിലേക്കും രാജനന്ദിനി സാരീസിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. തുടക്കത്തിൽ തന്നെ നമുക്ക് നല്ല സെയിൽസും ലഭിക്കും. യു ആർ റൈറ്റ് ശ്രീലക്ഷ്മി. സാൻഡ്ര, ഡു യു ഹാവ് എനി പ്ലാൻ? സർ, സാധാരണ നമ്മൾ പുതിയ ബ്രാൻഡ്സ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ഏതെങ്കിലും സെലിബ്രിറ്റീസിനെയോ ടോപ്പ് മോഡൽസിനെയോ വെച്ച് അഡ്വർടൈസ്മെന്റ് ചെയ്താൽ നന്നായിരിക്കും എന്നാ എന്റെ ഒരു അഭിപ്രായം. അത് അവരുടെ തന്നെ ഫാൻ ഫോളോ പേജുകളിലൂടെ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും പറ്റും. ഓക്കെ, സാൻഡ്രയും ശ്രീലക്ഷ്മിയും ഡിസ്കസ് ചെയ്ത് ഏത് സെലിബ്രിറ്റിയാണ് മോഡലായി വേണ്ടതെന്ന് തീരുമാനിക്കും. എത്രയും വേഗം പ്രൊമോഷൻ വർക്ക് തീർന്നാൽ നമുക്ക് ലോഞ്ചിങ് ഡേറ്റ് ഫിക്സ് ചെയ്യാം. ഷുവർ സർ. സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്കൊരു സജഷൻ പറയാനുണ്ടായിരുന്നു. യെസ്, പറയൂ ശ്രീലക്ഷ്മി. നമുക്ക് ഈ പ്രൊമോഷൻ വർക്ക്
ഒരു പുതിയ ആളെ വെച്ച് നടത്തിയാൽ മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒരു സെലിബ്രിറ്റി മോഡലാക്കി ഫോട്ടോഷൂട്ട് നടത്തിയാൽ എല്ലാവരുടെയും ശ്രദ്ധ സെലിബ്രിറ്റിയിലായിരിക്കും. നമ്മുടെ പ്രോഡക്റ്റിലേക്ക് ശ്രദ്ധ ആകർഷിക്കണമെങ്കിൽ നമ്മളൊരു ന്യൂ മോഡലിനെ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ശ്രീലക്ഷ്മി മാഡത്തിന്റെ അഭിപ്രായം വളരെ ശരിയാണ് സർ. പരസ്യങ്ങളിലെല്ലാം നമ്മുടെ രാജനന്ദിനി സാരി ആയിരിക്കണം സെലിബ്രിറ്റി. അതെ, വെരി ഗുഡ് ഐഡിയ ശ്രീലക്ഷ്മി. സർ, മാഡം പറഞ്ഞത് ശരിയാണ്. എന്ത് പറയുന്നു സാൻഡ്ര? ഓക്കെയാണ് സർ. ഗുഡ് തോട്ട് ശ്രീലക്ഷ്മി. താങ്ക്സ്. അനിയത്തിക്കുട്ടിക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്കിത് ഫൈനലൈസ് ചെയ്യാം. എല്ലാവരും ശ്രീലക്ഷ്മി പറഞ്ഞ ഐഡിയ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ബ്രദറല്ലോ. ഇനിയിപ്പൊ ഞാനത് മാറ്റി പറഞ്ഞതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എനിക്കും സമ്മതമാണ്. ഓക്കെ ശ്രീലക്ഷ്മി, യു ക്യാരി ഓൺ. താങ്ക് യു സർ. സോറി ഫോർ ദ ഇന്ററപ്ഷൻ. വൺ മോർ തിങ്, എന്റെ ഒരു സജഷനാണ്. നമ്മൾ പുതിയ മോഡലിനെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ സാർ? എന്തുകൊണ്ട് ശ്രീലക്ഷ്മി മാഡത്തിന് ആലോചിച്ചുകൂടാ? ശ്രീലക്ഷ്മിയെ മോഡലാക്കാനോ? അതെ രഘു സാർ, ശ്രീലക്ഷ്മി മാഡം സാരി ഉടുത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഐശ്വര്യമാണെന്ന് എന്റെ വൈഫ് എപ്പോഴും പറയാറുണ്ട്. രാജനന്ദിനീസിന്റെ ട്രഡീഷണൽ സാരി അണിഞ്ഞു നിൽക്കുന്ന ശ്രീലക്ഷ്മി മാഡത്തെ സ്ത്രീജനങ്ങൾ അവരുടെ മനസ്സിലേറ്റുമെന്ന കാര്യം ഉറപ്പാണ് സാർ. നമ്മുടെ ഓഫീസിലെ ലേഡി സ്റ്റാഫ്സിനിടയിലും ശ്രീലക്ഷ്മി മാഡവും സാരി എടുത്ത ശ്രീലക്ഷ്മി മാഡത്തിന്റെ സൗന്ദര്യവും ചർച്ചാ വിഷയമാണ്. സത്യമാണ് സാർ, സാരിയിൽ ശ്രീലക്ഷ്മി മാഡത്തെ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് മാഡത്തെ തന്നെ മോഡലാക്കിയാൽ നന്നായിരിക്കും. ചേട്ടായി, ശ്രീലക്ഷ്മിക്ക് സമ്മതമാണെങ്കിൽ ഇത് നല്ലൊരു ഐഡിയ ആണെന്നാ എനിക്ക് തോന്നുന്നത്. അയ്യോ സർ, ഞാൻ മാഡം പ്ലീസ് നോ പറയരുത്. മാഡം നോ പറയരുത്. നോ പറയരുത് പ്ലീസ്, പ്ലീസ് മാഡം. ശ്രീലക്ഷ്മി, ഇവരെല്ലാം ആഗ്രഹിക്കുന്നല്ലേ? കം ഓൺ. ബട്ട് സർ, സാറിന്റെ അഭിപ്രായം, സാറിന്റെ ഒപ്പീനിയൻ എന്താ സർ? അത് പറഞ്ഞില്ലല്ലോ. തനിക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സാറിന് സന്തോഷമാണെങ്കിൽ എനിക്ക് സമ്മത. So we decided that Srilakshmi will be our new model for Rajandhani sarees. Agreed? ഈ വീട് ഇപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് സേഫ് അല്ല. രാജാറാം സാറിന്റെ അഭിപ്രായം തന്നെയാ ഇക്കാര്യത്തിൽ എനിക്കും. അമ്മ എങ്ങനെയെങ്കിലും രവി സാറിനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഉടൻ തന്നെ ഇവിടെ നിന്ന് താമസം മാറണം. രവി സാറിനോട് ഇത് പറഞ്ഞ സാറ് ചിലപ്പോ ഇതൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ നിസ്സാരമായിട്ടേ കാണൂ. പക്ഷെ ആ ധൈര്യം ഈ വീട്ടിലെ പലർക്കും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് അനാവശ്യ വാശി കാണിച്ച് സന്ദർഭം വഷളാക്കുന്നത് നല്ലതല്ലമ്മേ. മുഖം മൂടി അണിഞ്ഞ മനുഷ്യരാ ചുറ്റും. ആര് നല്ലത് ആര് ചീത്തയെന്നറിയാൻ ബുദ്ധിമുട്ടാ. രാജാറാമിന്റെയും സാന്ദ്രയുടെയും ഭയം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിന് ഈ വീട്ടിൽ നിന്ന് ധൃതി പിടിച്ച് താമസം മാറണമെന്ന് പറഞ്ഞ വേണോ അമ്മേ? ഒരു കുടുംബത്തിലെ എല്ലാവരെയും ഒറ്റയടിക്ക് നശിപ്പിക്കാനാണ് അവരുടെ പ്ലാനെങ്കിൽ ഈ വീട് ഇപ്പൊ അതിന് പറ്റുന്ന ഒന്നാണ്. കഴിഞ്ഞ ദിവസം രാത്രിയില് രേഖ മാഡം എന്തോ കണ്ട് പേടിച്ച സംഭവത്തിലും രാജാറാം സാറിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഇത് നിങ്ങളുടെ പഴയ വീടായതുകൊണ്ട് ഈ വീടിന്റെ മുക്കും മൂലയും ജിഡിക്ക് കാണാപ്പാടമായിരിക്കും. രേഖ മാഡത്തിന് സംഭവിച്ചത് നാളെ മറ്റാർക്കെങ്കിലും സംഭവിച്ചാ ചിലപ്പോ അതൊരു പനി കൊണ്ട് തീരാവുന്നതാവില്ല. എതിരെ നിൽക്കുന്നത് ജിഡിയാണ്. അതോർത്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചത്? എന്നാ രവിയുടെ അഭിപ്രായം തന്നെയാ മോളെ എനിക്കും. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുന്നത് ബുദ്ധിയല്ല.
പോലീസും സെക്യൂരിറ്റീസും ജിഡിയെ തിരക്കാണെന്നല്ലേ സാന്ദ്ര പറഞ്ഞത്. അവരുടനെ അയാളെ പിടിച്ചോളും. അല്ലെങ്കിൽ അപ്പം നമുക്കൊരു തീരുമാനം എടുക്കാം. ഇക്കാര്യത്തിൽ ഞാൻ രവിയോട് തൽക്കാലം ഒന്നും പറയുന്നില്ല. മോൾക്കതിൽ വിഷമമൊന്നും തോന്നരുത്. ശരിയാ, ജിഡി ജയിൽ ചാടിയത് അപകടം തന്നെയാ. അത് സമ്മതിക്കുന്നതിനോടൊപ്പം ഞങ്ങൾ ഭീരുക്കളല്ല എന്ന് അവന് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം രവി എടുക്കുമെന്നാ എന്റെ പൂർണ്ണമായ വിശ്വാസം. അത് ശരിയാ ഗായത്രിയമ്മേ. ഞാൻ ഇതുവരെ അഭിപ്രായം ഒന്നും പറയാതിരുന്നത് ഗായത്രിയമ്മ എന്ത് തീരുമാനിക്കും എന്നറിയാനായിരുന്നു. സാന്ദ്രേ, കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നത് വെറും മോഷണശ്രമം മാത്രമായിരുന്നു. അതിനെ ജിഡി ജയിൽ ചാടിയതുമായി ചേർത്ത് വായിച്ച് ചെറിയ കാര്യങ്ങളെ കുഞ്ഞും രാജാറാം സാറും കൂടി ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നങ്ങളാക്കുക. പെട്ടെന്നൊരു വീട് മാറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓഫീസ് മാറിയപ്പോ പഴയ ഓഫീസിലെ എല്ലാ സാധനങ്ങളും കൊണ്ടിട്ടിരിക്കുന്നത് നമ്മുടെ പഴയ വീട്ടിലാ. അവിടെ ഇപ്പൊ താമസിക്കാൻ പറ്റുന്നൊരു സ്ഥിതിയിലല്ല. രാജാറാമിനും സാന്ദ്രയ്ക്കും ഈ കുടുംബത്തിനുള്ള സ്നേഹവും കരുതലും അമ്മയ്ക്ക് മനസ്സിലാവും. നിങ്ങളുടെ വാക്കിനെ ഞാൻ മാനിക്കുന്നില്ല എന്ന തോന്നലും വേണ്ട. ഞാനിത് രവിയോട് പറയാത്തത് അവന്റെ ധൈര്യത്തെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നു എന്ന് അവന് തന്നെ തോന്നാതിരിക്കാനാ. അല്ലാതെ വേറൊന്നും മോള് വിചാരിക്കണ്ട. മോള് വാ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ നമുക്ക്. അയ്യോ ഇല്ലമ്മേ, പോയിട്ട് കുറെ ജോലിയുണ്ട്. അമ്മേ, ഒരു കോളുണ്ട്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ശരി. ഹലോ സാന്ദ്ര മേഡം, ഞാൻ പറയുന്നതുകൊണ്ട് വിരോധമൊന്നും തോന്നരുത്. ഞാനിത് പറയാൻ ആളാണോന്നും എനിക്കറിയില്ല. വലിയ കുറെ പ്രശ്നങ്ങളിൽ നിന്ന് ഈ കുടുംബം കരകയറുന്നതേ ഉള്ളൂ. ഇപ്പോഴും ഇവിടെ വ്യക്തിപരമായ പല പ്രശ്നങ്ങളും പലർക്കും ഉണ്ട്. അത് കുറെയൊക്കെ കുഞ്ഞിനും അറിയാവുന്നതാണല്ലോ. മാത്രമല്ല, നിങ്ങൾക്കൊക്കെ ഒരുപാട് ജോലികൾ ഓഫീസിൽ ഉള്ളതല്ലേ. പിന്നെ എന്തിനാ ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഗായത്രിയമ്മയും മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കരുത്. ഈ വീട്ടിലെ ആളുകളോട് നന്ദിയും കൂറുമുള്ള ഒരു അന്തേവാസിയുടെ അപേക്ഷയായി കരുതിയാൽ മതി. ശരിയാവുന്നില്ലല്ലോ. അത് ശരി, ഇവിടെ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ നിനക്ക് ഇതാണ് പണിയല്ലേ? ഈ പകൽമാനിയുടെ മുഖംമൂടി ഇന്ന് ഞാൻ വലിച്ചു കയറും. പിന്നെ ഞാൻ സാധിച്ചു വന്നിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു പെർഫോമൻസ്? ഞാൻ ആ മുറിയെ കയറില്ല,
എനിക്ക് രാജനന്ദിനിയുടെ ആഭരണങ്ങൾ വേണ്ട. ഭർത്താവിന് വാക്ക് കൊടുത്തു കാണും. എന്നിട്ടിപ്പോ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോ ആരും അറിയാതെ മുറിയിൽ കയറുന്നു. ഒടി തീരും വരെ നീ ആഭരണങ്ങളെല്ലാം എടുത്തണിഞ്ഞു. വേണമെങ്കിൽ എന്റെ ചുവടും വെച്ചോ. കാരണം ഈ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നിന്റെ സിംപ്ലിസിറ്റിയും അതിവിനയവും വെറും നാടകമായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്താ ശ്രീലക്ഷ്മി ഇങ്ങനെ നോക്കുന്നത്? എന്തിനെ കുറിച്ച് ശ്രീലക്ഷ്മി ആലോചിക്കുന്നത്? എങ്ങനെ ഇവിടെ എത്തിയെന്നോ അതോ ശ്രീലക്ഷ്മിയുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ ആരാണെന്നോ? ആരാ നിങ്ങള്? ന്യായമായ ചോദ്യം. പക്ഷെ ഞാൻ ആരാണെന്ന് അറിയുന്നതിന് മുൻപ് നീ ആരാണെന്ന് നിനക്കറിയോ? അറിയില്ലെങ്കിൽ നീ അതറിയണം. നിന്റെ ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ച് അറിയണം. ജനനം മുതൽ ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത് വരെയുള്ള നിന്റെ ജീവിതഗതികളെക്കുറിച്ച് അറിയണം. എന്താ നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനിതെവിടെയാ? ഏതാ ഈ സ്ഥലം? പറയാം, എല്ലാം പറയാം. എന്നെ കാണണമെന്ന നിന്റെ അതിയായ ആഗ്രഹത്തിന്റെ സാഫല്യം, നിന്നിൽ തന്നെ നീ അറിയാതെ മറഞ്ഞു കിടക്കുന്ന യാഥാർത്ഥ്യം, നിന്റെ ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങളുടെയും ഏക ഉത്തരം അത് ഞാനാണ്. ആരുടെ അവകാശങ്ങളെക്കുറിച്ച് ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ നിനക്ക്? ഈ വീട്ടിലെ അധികാരങ്ങളും അവകാശങ്ങളും ആർക്കും ഞാൻ ഇതുവരെ വീതിച്ചു കൊടുത്തിട്ടില്ല. ഇവിടെയുള്ളതെല്ലാം എന്റെയാ, എന്റേത് മാത്രം. എന്നെ അനുസരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോണം എവിടെയാന്ന് വെച്ചാ. എന്നെ തടയാനും ചോദ്യം ചെയ്യാനും നീ ആയിട്ടില്ല. അതുകൊണ്ട് എന്റെ വഴിയിൽ തടസ്സമായി വരരുത് നീ. ഓഹോ, അപ്പൊ അതാണ് നിന്റെ മനസ്സിലിരിപ്പ്. അങ്ങനെ പറയേ. നീ കണ്ണിങ്ങാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ പിന്നെ എനിക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം എന്താണെന്ന് വലിയ മേഡം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അവനവന്റെ ബുദ്ധിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് കിട്ടേണ്ട സ്ഥാനം കിട്ടേണ്ട സമയത്ത് വന്നു ചേർന്നോളൂ. ഓഹോ, എനിക്ക് നിന്റെ ഈ രഹസ്യ സഞ്ചാരത്തിന്റെ വീഡിയോ ഞാൻ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഈ വീട്ടിലുള്ളവർ പറയട്ടെ നിന്റെ സ്ഥാനം എവിടെയാണെന്ന്. ഇവിടെ ഇപ്പൊ നിന്നെ സ്തുതിച്ചു പാടുന്നവര് തന്നെ നിന്നെ പരിഹസിക്കും. എല്ലാവരുടെ മുന്നിൽ നീ തല താഴ്ത്തി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും ഈ വീടിന്റെ ഗേറ്റ് നിന്റെ മുന്നിലേക്ക് ആഞ്ഞടയുന്നതും എനിക്ക് കാണണം. കഴുത്തിന് പിടിച്ച് നിന്നെ പുറത്തു എളിഞ്ഞ് നിന്നെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ച ഇതേ കൈകൊണ്ട് തന്നെ. എന്റെ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കുന്ന എന്നോട് തന്നെ ഭീഷണി മുഴക്കുന്നു. ഇവിടുത്തെ ഓരോ വസ്തുക്കൾക്കും അവകാശിയായ എന്നോട് വെറും ഇത്തൽ കണ്ണിയായ നീ എന്റെ നേരിൽ നിന്ന് സംസാരിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എന്റെ ഉദ്ദേശങ്ങളും എന്റെ വഴികളും വേറെയാ. അതിലൊരു തടസ്സമായി വരാതിരുന്നാൽ നിനക്ക് നല്ലത്. ഓഹോ, ഭീഷണിയാണോ? നീ ഒരു പ്രത്യേക തരക്കാരിയാണെന്ന് എനിക്ക് പണ്ടേ തോന്നിയിരുന്നു.
എന്റെ തോന്നലിനും അപ്പുറം നീ ഒരു ഫ്രോഡാണെന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. എങ്കിൽ നീ ശ്രദ്ധിച്ചു കേട്ടോ, നിന്റെ ഉദ്ദേശം എന്തായാലും ശരി, അതൊന്നും നടക്കാൻ പോകുന്നില്ല. നീ കാലെടുത്ത് വെക്കുന്നിടത്തൊക്കെ വഴിമുടക്കിയായി ഞാനുണ്ടാവും. നീ എന്താ ചെയ്യുന്നതെന്ന് കാണണം എനിക്ക്. ഇവിടെ വന്നു നിന്ന് നീ എനിക്ക് നേരെ കയ്യോങ്ങുന്നു. നിന്റെ ഈ വൃത്തികെട്ട കൈ ഇനി ഈ വീട്ടിൽ ആരുടെയെങ്കിലും നേരെ പൊങ്ങിയാലുണ്ടല്ലോ. എന്റെ വഴിക്ക് തടസ്സം വരാതെ നിൽക്കുന്ന അത്രയും കാലം നിനക്ക് ജീവനുണ്ടാവും. എനിക്കോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കോ തടസ്സം നിൽക്കാൻ നീ ശ്രമിച്ച അന്ന് തീരും നിന്റെ ഈ പാഴ് ജീവിതം. അടങ്ങി ഒതുങ്ങി ഒരു മൂലയില് കഴിഞ്ഞോണം. അതിനപ്പുറത്തേക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തിരക്കാൻ വന്നാലുണ്ടല്ലോ, അനിയന്റെ ഭാര്യ എന്നുള്ളത് ഞാനങ്ങ് മറന്നോന്ന് വരും. കുളിപ്പിച്ച് പൊറി തൊടിവെച്ച് കോടി പുതപ്പിച്ച് ഒരു വിളക്കും കത്തിച്ച് ഇവിടെ ഈ രാജനന്ദിനി വിലാസത്തില് ജീവനില്ലാതെ കിടക്കും നീ. മനസ്സിലായോടി? മനസ്സിലായി ശ്രീലക്ഷ്മി. പ്ലീസ് ശ്രീലക്ഷ്മി, എന്നെ ഒന്നും ചെയ്യരുത്. ശ്രീലക്ഷ്മി,